ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മീൻ മുട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. മീൻ മുട്ട തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകളാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പകുതി സവാള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഇഞ്ചി ചെറിയ കഷ്ണമാണ്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയുടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കാം. ഇവ ചെറുതായി വരട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം കൂടി ഒന്ന് വരണ്ടു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാ ചിരവിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങായും മഞ്ഞളും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് എല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മീൻ മുട്ട ചേർത്ത് കൊടുക്കാം. മീൻ മുട്ട ചേർത്ത ശേഷം നമ്മൾ ഇതുപോലെ തേങ്ങയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പെരുംജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു വരും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു തവി ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം തന്നെ ഇതുപോലെ പൊടിഞ്ഞു വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം മീൻ മുട്ടയെല്ലാം തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ മീൻ മുട്ട തോരൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് പെരിഞ്ചീരകമൊക്കെ ചേർത്ത് കൊടുത്ത് ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്ത രുചി തന്നെയായിരിക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിനൊപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പമോ ഒക്കെ വിളമ്പാം. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം മീൻ തോരനൊക്കെ കൂട്ടി നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്. വ്യത്യസ്ത രുചി മാത്രമല്ല, ഇതിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.